പിണറായി വിജയനാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ് വൈപ്പ്. കാരണം ഞാനത് പറയാൻ കാരണം എന്ന് പറയുന്നത്, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകട്ടെ എന്നുള്ള CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം ഉണ്ടല്ലോ സാർ, അത് ആ ശുപാർശ, സെക്രട്ടേറിയറ്റിന്റെ ആ ശുപാർശ CPMന്റെ അവൈലബിൾ പൊളിറ്റ് ബ്യൂറോ തള്ളി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. മാറ്റവും വളരെ ഗൗരവമുള്ള ഒരു വാർത്തയാണ്. ഒരിക്കലും പിണറായി വിജയനെ തള്ളിപ്പറയേണ്ട സന്ദർഭങ്ങളിൽ പോലും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന ഒരു ബോഡിയാണ് ഈ പോളിറ്റ് ബ്യൂറോ. ഒരൊറ്റ വിമർശനം പോലും വന്നിട്ടില്ല. ഒരുത്തനും ഉണ്ടായിരുന്നില്ല. ചുണ MA ബേബി, ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഒരുത്തൻ പോലും ഇദ്ദേഹത്തിന്റെ തനി നിറം തുറന്നു കാണിക്കാൻ വേണ്ടി ശ്രമിച്ചില്ല. വാഴ്ത്തുപാട്ടുകൾ, അതുപോലെ തന്നെ ന്യായീകരണങ്ങൾ, ഇതൊക്കെ കൊണ്ട് അസാധ്യമായിട്ടുള്ള നെറേറ്റീവുകൾ ഇതൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് പിണറായി വിജയന് ചുറ്റും ഒരു കോട്ട സൃഷ്ടിക്കുകയാണ് ഇവരെല്ലാം ചെയ്തത്. ഇപ്പോൾ ഒന്നടങ്ക് എതിർപ്പ് വരുന്നു. അതെ, ഇപ്പൊ എന്താ ചെയ്യണേ വെച്ചാല്, ഇത് തള്ളിയല്ലോ, തള്ളി കഴിഞ്ഞപ്പോ തുടർന്ന് ഓൺലൈനായിട്ട് പൂർണ്ണ PB വിളിച്ചിട്ട് ഈ ശുപാർശ പാസ്സാക്കിയെടുത്തു. അതായത് പാസ്സാക്കേണ്ടത് അവരുടെ ഗതികേടായിട്ട് മാറിയതാണോ എന്താണ് എന്നുള്ളതാണ് അവിടെ മനസ്സിലാകാത്തത്. അത് 3 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇത് പാസ്സായത് പോലും. ഇത് പണ്ട് കിട്ടിയിരുന്ന പൂർണ്ണ പിന്തുണ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതില് PB യോഗത്തില് MA ബേബി, MV ഗോവിന്ദൻ, A വിജയരാഘവൻ എന്നിവരുടെയും തന്നെയും വോട്ടില്ലെങ്കിൽ, അതിൽ പിണറായിയുടെ തന്നെയും വോട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പിണറായിക്ക് ഈ പ്രതിപക്ഷ നേതൃപദം കിട്ടാൻ സാധ്യത കുറയുമായിരുന്നു. കാസ്റ്റിംഗ് വോട്ടിലാണ് ജയിച്ചത്. 3 വോട്ട് ഇവരുടെ പ്ലസ് പിണറായിയുടെ തന്നെ സ്വന്തം വോട്ട്, അങ്ങനെ 4 വോട്ട് കേരളത്തിൽ നിന്നുള്ളവർ മാത്രം. പക്ഷേ തോമസ് ഐസക് കേരളത്തിലെ എല്ലാ ജില്ലാ കമ്മിറ്റികളും, കൊല്ലം ജില്ലാ കമ്മിറ്റി, കണ്ണൂർ ജില്ലാ കമ്മിറ്റി, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി, ആലപ്പുഴ ജില്ലാ കമ്മിറ്റി, എറണാകുളം ജില്ലാ കമ്മിറ്റി അതിശക്തമായിട്ടാണ് പിണറായി വിജയനെ എതിർത്തത്. അദ്ദേഹം വെള്ളാപ്പള്ളിയെ കണ്ടത് തെറ്റായി പോയി, അതുകൊണ്ട് മത ധ്രുവീകരണം ഉണ്ടായി, വർഗീയ ധ്രുവീകരണം ഉണ്ടായി എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഹിന്ദു പത്രത്തിൽ വന്ന ലേഖനം ഇതെല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള വാദങ്ങൾ അതിശക്തമായിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണെന്ന് തോന്നുന്നു ഒരു കാര്യം പറഞ്ഞു. അതായത് പേരാവൂരിൽ കൊണ്ടിട്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശൈലജ ടീച്ചറെ തോൽപ്പിക്കുകയായിരുന്നു. അതിന്റെ കാരണം ശൈലജ ടീച്ചറുടെ എന്തെങ്കിലും തെറ്റല്ല, പിണറായിക്ക് ഒരു ഈഗോ ഉണ്ടായിരുന്നു ശൈലജ ടീച്ചറോട് എന്നുള്ളതാണ്. ഞാൻ പണ്ടേ പറയുന്നതാണ്. ആരും ഉണ്ടായില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ. ഞാൻ കണ്ടതാണ് ഒരു പൊതുയോഗത്തിൽ പാവം ശൈലജ ടീച്ചർ ഒരു സാധാരണക്കാരിയെ പോലെ, ഇദ്ദേഹം അങ്ങനെ ധാർഷ്ട്യമുള്ള മുഖ്യമന്ത്രിയായിട്ട് അദൃശ്യനായിട്ട് ഇങ്ങനെ പോകുമ്പോൾ തൊഴുതു നമിച്ചു. അതും ശ്രദ്ധിക്കാത്ത മട്ടിൽ അദ്ദേഹം അങ്ങോട്ട് നോക്കാതെ മുഖം തിരിച്ചുകൊണ്ടൊരു പോക്ക്, മുഖം തിരിച്ചു തൊഴുന്ന ആളിന് മുമ്പിൽ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു നിന്ദയാണ് ആ ആരോഗ്യവകുപ്പ് വളരെ അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്ന രീതിയിൽ ഭരിച്ച ഒരു മന്ത്രിയോട് ചെയ്ത്. എന്നിട്ട് വീണ ജോർജ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കൊണ്ടുവന്ന് മന്ത്രിയാക്കി വെച്ചു. തോറ്റുതാണ് ഇതാ കിടക്കുന്നു, തോറ്റമ്പി. കാരണം അറിയാം ജനങ്ങൾക്ക് ശൈലജ ടീച്ചർ എവിടെ കിടക്കുന്നു, ഈ വീണ ജോർജ് എവിടെ കിടക്കുന്നു. അപ്പൊ കപ്പിത്താന്റെ പുകഴ്ത്തൽ മാത്രമായിരുന്നു അതിന് കാരണം. ശൈലജ ടീച്ചർ അങ്ങനൊന്നും പുകഴ്ത്തുകയില്ല. പുകഴ്ത്തുന്നു സത്യമായിട്ട് പറയും. അതുകൊണ്ട് അവരെ പേരാവൂരിലേക്ക് അന്നേ പറഞ്ഞ് എനിക്ക് മട്ടന്നൂർ വേണമെന്ന്. കാരണം അവിടെ നിന്നാ ശൈലജ ടീച്ചർ ജയിക്കുമെന്നുള്ളത് കൊണ്ട് ഗംഭീര ഭൂരിപക്ഷം കിട്ടുമായിരുന്നു, ഇത്തവണയും കിട്ടുമായിരുന്നു. അവിടുന്ന് പേരാവൂരിലേക്ക് മാറ്റി തോൽപ്പിക്കാൻ വേണ്ടി. അന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു തോൽപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഈ പിണറായി വിജയന്റെ ഈഗോ ആണെന്ന് ഇപ്പൊ കണ്ണൂർ കമ്മിറ്റി തിരിഞ്ഞു. ഇത് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കുക, എതിർക്കണം. ശൈലജ ടീച്ചർ മട്ടന്നൂരിൽ വേണമെന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അല്ലേ പറയേണ്ടത്? പറഞ്ഞില്ല, ബലിയാടാക്കി ടീച്ചറെ. കണ്ടോ, ദൈവം മേളിലൊരാൾ കണ്ടു നിൽപ്പുണ്ട്. അത് തന്നെ വേറൊരു കാര്യം, സ്വർണ്ണക്കൊള്ളയിൽ ഇയാൾ പാർട്ടിക്കാരെയും കടകംപള്ളിയെ രക്ഷിക്കാൻ ശ്രമിച്ചു. എല്ലാം പറയാറുണ്ടല്ലോ. നമ്മൾ സതീശന്റെ മാത്രം മിടുക്കല്ല ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അയ്യപ്പന്റെ ഒരു മിടുക്ക് കൂടിയാണിത് എന്നാണ്. CPMന്റെ വലിയ അടിയേൽപ്പിക്കുന്ന പരാജയം ഇത് തന്നെയാണ്. പണ്ട് യുവതികളെ കൊണ്ടുപോയി കുളിക്കാതെയും നനയ്ക്കാതെയും വരുന്ന സ്ത്രീകളെ കൊണ്ടുവന്നിട്ട്, വിശ്വാസവും ഇല്ലാത്ത സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് ആ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഒരു വലിയ തിരിച്ചടി നേരിട്ട് ഒറ്റ സീറ്റല്ലേ പാർലമെന്റിലേക്ക് കിട്ടിയത്. കനലൊരു തരി മതി എന്ന് പറഞ്ഞത്. ആ കനലൊരു തരിയാക്കാൻ വേണ്ടി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാൻ വേണ്ടി കൊണ്ടുപോകാം. പക്ഷേ അതും പരാജയപ്പെടും. കാരണം ജനങ്ങളുടെ എല്ലാം വികാരം പിണറായിക്കെതിരാണ്. അതുകൊണ്ടാണ് പിണറായി വിജയനെ ജനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിന്റെ 1/3 സീറ്റ് പോലും കിട്ടാത്ത ഒരു പതനത്തിലേക്ക് എത്തിച്ചത്. ദി ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് പിണറായി വിജയനാണ് ഈ തെരഞ്ഞെടുപ്പ്, അല്ല സതീശന്റെ തരംഗമൊന്നും അല്ല. ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് എ ലീഡർ, അതാണ് പിണറായി വിജയനിൽ സംഭവിച്ചത്.
ഇതിൽ പറയുന്ന ഒരു കാര്യം, മറ്റൊരു കാര്യം, പിണറായി ഈ പ്രതിപക്ഷ നേതാവാകുന്നതിനോട് മറ്റൊരു മലയാളി അംഗമായിട്ടുള്ള വിജു കൃഷ്ണൻ വിയോജിച്ചു എന്ന് പറയുന്നു. PBയിലെ 18 അംഗങ്ങളിൽ വാസുകി ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. 10 പേർ പിണറായി തുടരട്ടെ എന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ 7 പേരോളം എതിർത്തു. തിരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്ത കഴിഞ്ഞ PBയിൽ പിണറായിയും ഗോവിന്ദനും ഒക്കെ നിരത്തിയ ന്യായവാദങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ നിശിതമായിട്ട് വിമർശിച്ച ബംഗാൾ ഘടകം പക്ഷെ കാലുമാറി. അവര് ഇക്കുറി പിണറായി തുടരട്ടെ എന്ന നിലപാട് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഇതിൽ എന്തൊക്കെയോ ചെപ്പടി വിധികൾ അല്ലെങ്കിൽ കുറുക്കു വഴികൾ അവിടെ നടക്കുന്നുണ്ട്. കാരണം പിണറായിക്ക് ഏത് സമയത്തും എങ്ങനെയും ഇത്തവണയും പിടിച്ചു നിന്നേ പറ്റൂ. നമ്മൾ പറയും പിണറായിക്ക് ഇനിയൊരു അധികാര പദവി ഇല്ലെങ്കിൽ എങ്ങനെ തുടരാൻ പറ്റും എന്നുള്ളതാണ്. പിണറായിയെ സംബന്ധിച്ച് അധികാര പദവി ഇല്ലെങ്കിലും തുടരാം. പക്ഷേ അധികാരത്തിൽ ഇരിക്കുന്നതാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും നല്ലത്. പ്രതിപക്ഷ നേതൃപദം പോലും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് പിണറായിയെ പോലൊരു രാഷ്ട്രീയ നേതാവിനെ മുൻകൂട്ടി കാണാനൊക്കെ കഴിയും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു നീക്കം നടന്നതുകൊണ്ടായിരിക്കാം ബംഗാൾ ഘടകം ഒരു പക്ഷേ നേരെ തിരിഞ്ഞത്. ആയിരിക്കാം. തന്നെയുമല്ല, പ്രതിപക്ഷ നേതാവായിരുന്ന ക്യാബിനറ്റ് പദവിയാണ്, അതിൻ്റെ ശമ്പളം, വരുമാനം, പിന്നെ സ്വന്തമായിട്ട് കന്റോൺമെൻറ്റ് ഹൗസ് അലവ് ചെയ്ത് കിട്ടും, അങ്ങനെ സൗകര്യങ്ങളുണ്ട്, പിന്നെ കാറിൻ്റെ അകമ്പടി കിട്ടും. ഇതൊക്കെ വേണം എന്നുള്ള ഒരു പിണറായി ആയിട്ട് ഇദ്ദേഹം മാറിയിരിക്കുന്നു. തൊഴിലാളികൾക്കിടയിൽ വീറോടെ പ്രവർത്തിച്ചിരുന്ന, RSSൻ്റെ കേഡറുകളെ കൊല്ലാൻ വീറോടെ പ്രവർത്തിച്ചിരുന്ന, അതാണ് CPMൻ്റെ രാഷ്ട്രീയമെന്ന് കരുതിയിരുന്ന ഒരാൾ നഷ്ടപ്പെട്ട് ഇപ്പോൾ അധികാര കൊതി മൂത്ത ഒരാളായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ ജനവികാരം മാനിച്ച്, ആ വികാരം മാനിച്ചുകൊണ്ട് അദ്ദേഹം ഞാൻ ആ സ്ഥാനത്തേക്കില്ല എന്ന് പറയേണ്ടതായിരുന്നു. മറ്റാരെങ്കിലും അവിടെ വരട്ടെ. കാരണം ജനവികാരം അദ്ദേഹത്തിനെതിരാണ്. പിണറായി വിരുദ്ധതയാണ്, ഗവൺമെൻറ് വിരുദ്ധതയല്ല എന്നുള്ളത് എല്ലാവരും പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടത്. ഇദ്ദേഹത്തിൻ്റെ ഈഗോയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിണറായിക്ക് പോളിറ്റ് ബ്യൂറോ പ്രത്യേക അനുമതി നൽകി മുഖ്യമന്ത്രിയാക്കിയത് തെറ്റാണെന്ന് പോളിറ്റ് ബ്യൂറോയും വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ അത്ഭുതം അവിടെ അല്ല, ഇപ്പോഴാണോ ഇവർക്കൊക്കെ വാതുറക്കാൻ പറ്റിയത്? പിണറായി ശക്തനായിരുന്നപ്പോൾ, മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തൊടാൻ ഇവർക്കെല്ലാം പേടിയായി. അതാണ് ആ സിറ്റുവേഷനെ നമ്മൾ സ്റ്റാലിന് ശേഷമുള്ള CPSUവിൻ്റെ സിറ്റുവേഷനിലേക്ക് വരുന്നിരിക്കുന്നു. സ്റ്റാലിൻ തോക്കുമായിട്ട്, തോക്കിന്റെ മുനയിൽ അവിടെ ഭരണം നടത്തിയപ്പോൾ ഒറ്റ CPSU അംഗങ്ങൾ എല്ലാം ഹാലേലൂയ എന്നും പറഞ്ഞ് അനുസരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ക്രുഷ്ചേവ് വന്നപ്പോഴാണ് സ്റ്റാലിന്റെ വിമർശനം വന്നത്. റോസ ലക്സംബർഗിന്റെ ഒക്കെ കാര്യം നമുക്കറിയാമല്ലോ. അന്ന് പോലും പാർട്ടി ഒറ്റക്കെട്ടായിട്ട് സ്റ്റാലിനൊപ്പം നിന്ന ആൾക്കാരെ വിമർശിക്കാൻ തുടങ്ങി. അതുപോലെ ഇപ്പോൾ വിമർശനം തുടങ്ങിയിരിക്കുകയാണ്, ജില്ലാ കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ വരെ. ഇപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവസാനം രക്ഷപ്പെടുത്തിയത് കേരള സംഘമാണ് രക്ഷപ്പെടുത്തിയത്. 4 വോട്ടിന്റെ ഭൂരിപക്ഷം. നാണമുണ്ടെങ്കിൽ 4-ൽ 1 പിണറായിയുടെ തന്നെ വോട്ടാണ്. 4-ൽ 1, അതെ, കറക്റ്റ്. ആ നാണമുണ്ടെങ്കിൽ പിണറായി വിജയൻ ഈ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയാണ് നല്ലത്. അത് തന്നെയാണ് ജനവികാരം. നിങ്ങളുടെ CPMൻ്റെ പഠിച്ചു കാര്യങ്ങൾ പറയുന്നവരാണല്ലോ, വികാരത്തിന് വിവേകം അതാണ്. ഞാൻ വികാരം എന്ന് പറയുന്നത് കോൺഗ്രസിനാണല്ലോ വികാരം, ഇവർക്ക് വിവേകമാണല്ലോ. CPMൻ്റെ വിവേകം എന്ന് പറയുന്നത് പിണറായി വിജയൻ തൽക്കാലമല്ല, എന്നേക്കുമായിട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ പോലെ സന്യാസത്തിനോടും ഒക്കെ വലിയ ഇഷ്ടമാണല്ലോ അദ്ദേഹം. ആ സന്യാസത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ മഹാപ്രസ്ഥാനം എന്ന് പറയുന്ന സന്യാസ ജീവിതം ആരംഭിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. രാഷ്ട്രീയത്തിൽ നിന്ന് മാറി കിട്ട സമയമായി. അദ്ദേഹം ഭരിച്ചു, പാർട്ടിയെ സേവിച്ചു, നാടിനെയും കുറേയൊക്കെ സേവിച്ചിട്ടുള്ള ആളാണ്. ചൂരൽമലയിലെ വീട് നിർമ്മാണം അങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുമാണ്. അദ്ദേഹം വിട പറയുന്നതാണ് ഈ സമയത്ത് CPMനും അദ്ദേഹത്തിനും നല്ലത്. കൂടുതൽ നാറാതെ